സ്റ്റിൽ എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഗ്ലാമർ മെയിൻറ്റെയിൻ ചെയ്ത് ഇങ്ങനെ യങ് ആയിട്ടിരിക്കുന്നത്? കുറച്ച് ഒരു പീരീഡ് കഴിഞ്ഞപ്പോഴത്തേക്കിനും വളർച്ചയങ്ങ് മുരടിച്ചു. അയ്യോ, അത് എൻ്റെ കെട്ടുവിൻ്റെ കഴിവാണ്. ഞാൻ ഇങ്ങനെ മെലിഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞ സമയത്ത് ഞാൻ അത്യാവശ്യം വണ്ണം വെച്ചിട്ടുണ്ടായിരുന്നു. പുള്ളിക്ക് ഡയറ്റ് ഫുഡ് ഉണ്ടാക്കുന്ന മറ്റേ എഗ് വൈറ്റും പച്ചക്കറിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് എന്നെയും കൂടെ അത് കഴിക്കണം നിർബന്ധിച്ച് ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആണ് പുള്ളി. ക്ഷേത്രത്തിൽ പോയതാ. അപ്പോൾ അടുത്തൊരു ജ്യൂസ് കഴിക്കാനായിട്ട് ഒരു കടയിൽ കയറിയ സമയത്ത് എടി നീ സോഫി ഉപദ്രവിക്കുമല്ലോടി ഒറ്റയടി. ഞാൻ അത് കഴിഞ്ഞ് അമ്പലത്തിൽ പോയി തൊഴുതുകൊണ്ട് നിന്നപ്പോഴും ഒരമ്മമ്മ അതിനടുത്ത്, അതെ നിന്നെപ്പോലുള്ള പെൺകുട്ടികളുള്ള അച്ഛനമ്മമാർ എങ്ങനെയാണ് ഈ സമാധാനത്തോടെ ജീവിക്കുക? ഞാൻ ഇങ്ങനെ തിരിഞ്ഞു, അമ്പലത്തിൽ നിറയെ ആൾക്കാരുണ്ട്. അപ്പൊ ആരെയും പറയുന്നേ, ഹലോ നിന്നെ തന്നെ ഇങ്ങോട്ട് വാ. ഇങ്ങനെ പുള്ളി വന്നിങ്ങനെ ഇറങ്ങി ഞാനേ കണ്ടുള്ളൂ. നന്നായി ഓടിക്കുന്ന ഒരു സീനുണ്ട്. അപ്പൊ ഞാൻ സ്റ്റെപ്പിൽ നിന്ന് ഇറങ്ങി ഓടണം. എന്നിട്ട് ഓടിയിട്ട് അവിടെ ഇങ്ങനെ വീഴുന്ന പോലെ ഒരു സീനാണ്. ചാടി ഇങ്ങനെ വന്നപ്പോഴേ എൻ്റെ ഇവിടുന്ന് ഒരു ആന്തലങ്ങ് വന്നു. എനിക്ക് ഭയങ്കര പേടി. ഞാൻ അയ്യോ സീനിൽ വേണ്ടതായിരുന്നു, പക്ഷെ എനിക്ക് റിയാക്ഷൻ കിട്ടി. വീഴേണ്ട സ്ഥലത്ത് ഞാൻ വീണു, പക്ഷെ നല്ലപോലെ നട്ടലിൽ ഇടിച്ചിട്ട്. എനിക്ക് വിജയ് സേതുപതിയോട് അഭിനയിക്കുന്നത് ഭയങ്കര ആഗ്രഹമാണ്. ഭയങ്കര ഇഷ്ടമുള്ള ആർട്ടിസ്റ്റാണ് ഞാൻ. ആയിഷ ഇറങ്ങിയ സമയത്ത് അതിൻ്റെ മേക്ക് ഓവർ ഷൂട്ട് ചെയ്തിട്ട് അത് കുറച്ച് വൈറലായിട്ടുണ്ടായിരുന്നു ആ ഒരു ടൈമിൽ. അതിൽ മഞ്ജു ചേച്ചി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചേച്ചി വിളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തു, നന്നായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞത്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. മിനി സ്ക്രീൻ പ്രേക്ഷകർക്കൊക്കെ ഏറെ സുപരിചിതയായ മിനി സ്ക്രീൻ ലേഡി സൂപ്പർ സ്റ്റാർ എന്നൊക്കെ നമുക്ക് വിളിക്കാൻ പറ്റുന്ന ഒരു ആർട്ടിസ്റ്റാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. അതെ, സൗപർണിക. കാരണമുണ്ട്. കാരണം എന്താണെന്നോ, ഏകദേശം 20 വർഷത്തോളം ആവാറാവുന്നു ഈ സീരിയൽ ഇൻഡസ്ട്രിയിൽ. ഞാൻ തന്നെ ഇങ്ങനെ ഞെട്ടിപ്പോയി. കാരണം എന്താണെന്നോ, 20 വർഷം എന്നുള്ളതല്ല, എങ്ങനെയാണ് സ്റ്റിൽ ഇങ്ങനെ യങ് ആയിട്ട്. ഇപ്പം സൗപർണിക ഇങ്ങോട്ട് വന്ന സമയത്താണെങ്കിലും PRO പറയുന്നുണ്ടായിരുന്നു 16 വയസ്സുള്ള പോലെയാണ് വരുന്നതെന്നൊക്കെ പറഞ്ഞു. എന്താണ് സ്റ്റിൽ എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഗ്ലാമർ മെയിൻറ്റെയിൻ ചെയ്ത് ഇങ്ങനെ ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ യങ് ആയിട്ടിരിക്കുന്നത്? ആക്ച്വലി ഞാൻ വന്നത് സ്കൂളിൽ പഠിക്കുമ്പോൾ, ചെറിയ 6ാം ക്ലാസ് പഠിക്കുന്ന തൊട്ടാണ് ഞാൻ വന്നത്. അതിനുശേഷം പിന്നെ കുറച്ച് ഒരു പീരീഡ് കഴിഞ്ഞപ്പോഴത്തേക്കിനും വളർച്ചയങ്ങ് മുരടിച്ചു. അതാണ്, അങ്ങനെ വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. എത്ര വയസ്സിലാണ് അഭിനയത്തിലേക്ക് ശരിക്കും വരുന്നത്? ഞാൻ 6ാം ക്ലാസ്, ഞാൻ പറഞ്ഞില്ലേ, 6ാം ക്ലാസ് മുതലാണ് പിന്നെ അഭിനയം തുടങ്ങുന്നത്. കജദേവിയാനി എന്നുള്ള സീരിയൽ ആയിരുന്നു അഭിനയിച്ചത് സൂര്യ TV-ൽ. അതിനുശേഷം പിന്നെ റെഗുലറായിട്ട് 10th പഠിക്കുന്ന സമയത്താണ് അവൻ ചാണ്ടിയുടെ മകൻ എന്നുള്ള മൂവി ചെയ്തു. പിന്നെ തന്മാത്ര ചെയ്തു. പിന്നെ സീരിയലിൽ ഇപ്പം അതുപോലെ അതായത് ലാലേട്ടനൊപ്പം ഒരു സിനിമ ചെയ്തിട്ടുണ്ട്, അത് തന്മാത്ര. തന്മാത്ര എന്ന് പറഞ്ഞ സിനിമയും ഭയങ്കര പ്രേക്ഷകർ ഏറ്റെടുത്തു. ആ സിനിമയിൽ എനിക്ക് തോന്നുന്നു ലാലേട്ടൻ്റെ ഒപ്പം തന്നെ സ്ക്രീൻ ഷെയർ ചെയ്യുന്നൊരു ചെറിയൊരു ഇത് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ തന്നെ മേജർ രവി സാറിൻ്റെ 1971 ബിയോണ്ട് ബോർഡേഴ്സ് എന്നുള്ള അതിനകത്ത് കോമ്പിനേഷൻ സീൻസ് ഇല്ലായിരുന്നു. സുധീർ കരമനപ്പുള്ളിയായിട്ടായിരുന്നു കോമ്പിനേഷൻ ഉണ്ടായിരുന്നത്. പക്ഷെ അതിൽ നല്ലൊരു ക്യാരക്ടറായിരുന്നു. പിന്നെ ഹീറോയിനായിട്ട് ഭഗവതിപുരം എന്നുള്ളൊരു മൂവി ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനിയിപ്പോൾ ഒരു 3 മൂവി ചെയ്ത് വെച്ചിട്ടുണ്ട്. തന്മാത്രയിലെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു ചോദിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. കാരണം തന്മാത്ര അത്രയധികം ലാലേട്ടനൊക്കെ ഉള്ള ഒരു സിനിമ. എനിക്ക് തോന്നുന്നു എത്രയില ആയിരുന്നപ്പോഴാണ് ആ ഒരു? ഞാൻ 10th ഒക്കെ കഴിഞ്ഞ സമയത്തായിരുന്നു അത് ചെയ്തത്. എങ്ങനെയുണ്ടായിരുന്നു ലാലേട്ടനെ? 10th പഠിക്കുന്നത് വളരെ ചെറുത്, അപ്പം ആ ഒരു സിനിമ കിട്ടണു. എങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? ആ ഒരു സിനിമ ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ ഞാൻ അവൻ ചാണ്ടിയുടെ മകനായിരുന്നു ചെയ്തിരുന്നത്. അത് പൃഥ്വിരാജ് മൂവിയായിരുന്നു. അതിനുശേഷം ആണ് ഈ ഒരു മൂവിയിലേക്ക് വരുന്നത്. അപ്പോൾ ഇതിൽ വരുന്ന സമയത്ത് എനിക്ക് അറിഞ്ഞൂടെ ഈ ലാലേട്ടൻ്റെ ഒക്കെ പടം, ലാലേട്ടൻ വരുന്നു, അങ്ങനെ ആകാംക്ഷയോടെ ഞാൻ ഇങ്ങനെ നമ്മൾ നോക്കി നിൽക്കുന്നു. പുള്ളി തന്നെ വന്ന് എത്ര ടേക്ക് എടുത്താലും വീണ്ടും വീണ്ടും അത് ആദ്യത്തെ ടേക്ക് പോലെ തന്നെ അങ്ങനെ തന്നെ അദ്ദേഹം ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളതൊക്കെ ഇങ്ങനെ കണ്ടുപഠിക്കുകയാണ്. ആ സമയം നമ്മൾ തുടക്ക സമയമാണല്ലോ. പിന്നെ കൂടുതലും കുട്ടികൾ, ഞങ്ങൾക്ക് ഒരു കോളേജ് സംഭവമായിരുന്നു അവിടെ. സ്കൂൾ കുട്ടികൾ കോളേജായിരുന്നു ഷൂട്ട് ചെയ്തിരുന്നത്. അപ്പോൾ ആ ഒരു അറ്റ്മോസ്ഫിയറിലൊക്കെ ഞങ്ങൾ അടിച്ചു പൊളിച്ച്, ഇത് തുടക്കമല്ല, നമുക്ക് അത്ര ഒരു ഇതില്ലല്ലോ, സീരിയസ്നെസ് ഇല്ലല്ലോ, ഒരു സീരിയസ്നെസ് ഇല്ല. പക്ഷെ ഇതൊക്കെ കണ്ടിങ്ങനെ പഠിക്കാൻ പറ്റുന്ന ബ്ലസ്സി സാറാണ്. അപ്പോൾ അതൊക്കെ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ലാലേട്ടൻ്റെ ഒപ്പം ഫിലിം ചെയ്തു, അതുപോലെ തന്നെ രാജുവേട്ടൻ്റെ ഒപ്പം. അപ്പം ഒരുപാട് ഇന്റർവ്യൂസ് ഒക്കെ കേട്ടിട്ടുണ്ട്, ലാലേട്ടൻ്റെ ഒപ്പം ഫോട്ടോ എടുത്തത് ഭയങ്കര മെമ്മറി ആയിരുന്നു എന്നൊക്കെ. അപ്പോൾ അതുപോലെ തന്നെ രാജുവേട്ടൻ്റെ സെറ്റ് എങ്ങനെയായിരുന്നു? അതിനെപ്പറ്റി കൂടുതൽ കേട്ടിട്ടില്ല, അതെങ്ങനെയായിരുന്നു? അതിൻ്റെ ഫസ്റ്റ് ഞാൻ പറഞ്ഞില്ല, ആദ്യമായിട്ട് ഞാൻ സിനിമയിൽ അഭിനയിക്കുന്ന ഒരു ഇതായിരുന്നു. അപ്പം പൃഥ്വിരാജിന് പടങ്ങളൊക്കെ അതിന് മുമ്പ് നന്ദനം സംഭവം ആ സിനിമയൊക്കെ കണ്ട് ഭയങ്കര ഫാൻസ് ആയിരിക്കും. നമ്മളിങ്ങനെ കാണാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ പുള്ളി വന്നിങ്ങനെ ഇറങ്ങി ഞാനേ കണ്ടുള്ളൂ. ആ ഒരു ഇതായിരുന്നു ഭയങ്കര. നമ്മളിങ്ങനെ നോക്കി. പിന്നെ ആദ്യത്തെ സീൻ തന്നെ
പുള്ളിക്കാരൻ്റെ കൂടെയുള്ള സീൻസ് ഇങ്ങനെ ഡയലോഗ് പറഞ്ഞ്, അപ്പം നായികയുടെ സിസ്റ്ററായിട്ടുള്ള ക്യാരക്ടറായിരുന്നു എനിക്ക്. അപ്പോൾ അതിൽ ഞങ്ങൾ 3 പേരും കൂടെ ഉള്ള കുറച്ചൊരു കോമഡി ആ സീൻ പക്ഷേ സിനിമയിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അത് ഭയങ്കര നല്ലൊരു സീനായിരുന്നു. അപ്പം നമുക്ക് ടെൻഷനാണല്ലോ, കാരണം ഇത്രയും വലിയ ആർട്ടിസ്റ്റൊക്കെയാണ്, അവരെ മുന്നിൽ ഇങ്ങനെ വിറയ്ക്കുമായിരുന്നു. അപ്പോൾ അത് പക്ഷേ നല്ലൊരു ഇതായിരുന്നു, നല്ല മെമ്മറി. നല്ല മെമ്മറി. ഞാനിപ്പം ആദ്യം പറഞ്ഞ പോലെ തന്നെ 20 വർഷമാകാൻ പോകുന്നു സൗപർണിക സീരിയൽ ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ കുടുംബ പ്രേക്ഷകരെ ഇങ്ങനെ എന്റർടൈൻ ചെയ്ത്. എനിക്ക് തോന്നുന്നു പല ക്യാരക്ടേഴ്സ്, നായിക അല്ലെങ്കിൽ വില്ലത്തിയായിട്ടും പല ക്യാരക്ടർ റോൾസും എല്ലാം ചെയ്തിട്ടുണ്ട്. ഇനി ചെയ്യാൻ എന്തെങ്കിലും റോള് ബാക്കിയുണ്ടോ? ഇനി എന്തെങ്കിലും ആഗ്രഹമുള്ള റോളോ എന്തെങ്കിലും ഒരുപാട് നമുക്ക് ഇപ്പൊ എല്ലാ റോളൊന്നും ഞാൻ അങ്ങനെ, നമുക്ക് ആഗ്രഹമുള്ള റോൾസ് ഒന്നും നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. ഇപ്പൊ ചലഞ്ചിങ് ആയിട്ടുള്ള ചിലപ്പോൾ ഇങ്ങനെ കണ്ണ് കാണാത്തത്, അല്ലെങ്കിൽ നമുക്ക് വികലാംഗരായിട്ടുള്ള അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, കുറച്ച് ചലഞ്ചിങ് ആണ്, അത് എല്ലാവർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒക്കെ കുറച്ച് ക്യാരക്ടേഴ്സ് ചലഞ്ചിങ് ആയിട്ട് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. കുറച്ച് അഭിനയ സാധ്യതകളുള്ള ക്യാരക്ടേഴ്സ് ചെയ്യണമെന്നും ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഒരുപാട് ഹിറ്റ് സീരിയലുകളുടെ പാർട്ടായ ഒരു ആർട്ടിസ്റ്റും കൂടിയാണ്. കാരണം ഏഷ്യാനെറ്റിലാണെങ്കിലും സൂര്യയിലാണെങ്കിലും എല്ലാം ഹിറ്റ് സീരിയലുകളാണ് സൗപർണിക വന്നത്. എൻ്റെ മാനസപുത്രി, കായംകുളം കൊച്ചിൻ, അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ, ആ പേര് കേൾക്കുമ്പോൾ തന്നെ ആ സീരിയലൊക്കെ അത്രയധികം പ്രേക്ഷകർ ഏറ്റെടുത്ത സീരിയലുകളായിരുന്നു. അപ്പം ഇപ്പം നോക്കുകയാണെങ്കിൽ ഏറ്റവും ഒരു ബോണ്ട് തോന്നിയത്, ഇപ്പം സീരിയൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 1 ഇയർ ഡ്യൂറേഷൻ അല്ലെങ്കിൽ 2 ഇയർ, ഇങ്ങനെ നമ്മുടെ ഒരു കുടുംബത്തിലേക്ക് അത്രയും നാളും വന്നുകൊണ്ടിരിക്കും. അപ്പം സൗപർണികയ്ക്ക് ഇപ്പോൾ ഒരു ബോണ്ട് തോന്നുന്ന ഒരു സെറ്റ് ചോദിച്ചാൽ ഏതായിരിക്കും തിരിഞ്ഞു നോക്കുമ്പോൾ? അങ്ങനെ ചോദിച്ചാൽ മിന്നുകെട്ടില് ഞങ്ങൾ ഭയങ്കര, അതിനകത്ത് മീനാക്ഷി ചേച്ചിയൊക്കെ ആയിട്ട് ഞാൻ ഭയങ്കര കൂട്ടായിരുന്നു. ഞങ്ങൾക്ക് ആ സീരിയൽ തീരുന്ന സമയത്ത് ഞങ്ങൾക്ക് തമ്മിൽ പിരിയാനായിരുന്നു ഏറ്റവും വലിയ, കാരണം 5 പെൺമക്കളുടെ കഥ പറയുന്ന ഒരു സീരിയലായിരുന്നു. അതിനുശേഷമാണ് മാനസപുത്രിയൊക്കെ ചെയ്തത്. അപ്പം എല്ലായിടത്തും കാരണം ഇതൊക്കെ വർഷങ്ങളോളം നീണ്ടു പോകുന്നതാണ്. അപ്പോൾ ഇതൊരു ബന്ധങ്ങൾ ഇങ്ങനെ നിലനിന്ന് പോകും. ഇപ്പം മിന്നുകെട്ടൊക്കെ 4-5 വർഷം പോയി, ഈ മാനസപുത്രി ആണെങ്കിൽ തന്നെ ഒരു 4 വർഷത്തോളം പോയി. അപ്പോൾ അതിലൊക്കെ ആ സമയത്തുള്ളൊരു ബോണ്ടിങ് ഇപ്പോഴും ഞങ്ങളുടെ ഇടയ്ക്ക് കോണ്ടാക്റ്റ് ഉണ്ട്. അതിനകത്തുള്ള അനുചേച്ചിയായിട്ടാണെങ്കിലും നമ്മൾ ആ ഒരു ഗ്രൂപ്പ് ഇപ്പോഴും ഉണ്ട്, മിന്നുകെട്ട് എന്നുള്ളൊരു ഗ്രൂപ്പ് ഇപ്പോഴും ഉണ്ട്. ഇടയ്ക്ക് നമ്മുടെ കായംകുളം കൊച്ചുണ്ണിയുടെ ഒരു ഗെറ്റ് ടുഗദർ ഉണ്ടായിരുന്നു, 15 വർഷം ശേഷം എല്ലാവരും കൂടെ ഒത്തുകൂടുന്നത്. അങ്ങനെയൊക്കെ കുറച്ച്, അങ്ങനെ നിങ്ങൾ സ്റ്റിൽ ഇപ്പോൾ ഇപ്പോഴും ആ ഗ്രൂപ്പ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ഓരോ സീരിയലുകൾ കഴിയുമ്പോഴും അതിൻ്റെതായ ഗ്രൂപ്പുകളൊക്കെ, അത് എല്ലാ സീരിയലുകളിലും അങ്ങനെ ഇല്ല. ഉണ്ടെങ്കിൽ കുറച്ച് നാളുണ്ടാവും, പിന്നെ അങ്ങ് പോകും. അറിയാലോ, നമ്മളൊരു ഗ്രൂപ്പ് ഓടാൻ കഴിഞ്ഞാൽ ആദ്യം കുറച്ച് ഹായ് ബൈ, അത് ഹായ് ഹലോ, പിന്നെ ഓണം വിഷുവൊക്കെ ഹാപ്പിയാണ്, ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് ഒക്കെ തന്നെ. പക്ഷേ ഈ ഗ്രൂപ്പുകൾ എന്തെങ്കിലും നമ്മുടെ പ്രധാന വിശേഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പങ്കുവെക്കാൻ ഇപ്പോഴും നിൽക്കുന്നുണ്ട് ആ ഗ്രൂപ്പുകൾ. അതുപോലെ തന്നെ ഇപ്പം സീരിയൽ ആർട്ടിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം ചോദിക്കാനുള്ളത്, സിനിമ എന്ന് പറയുന്നത് അവർ ഇങ്ങനെ പോപ്പുലർ ആവുന്നതുകൊണ്ടാവാം അവർക്ക് സിനിമകളിലേക്ക് അങ്ങനെ വലിയ റോളുകളൊന്നും അങ്ങനെ പോകാറില്ല. അപ്പം സൗപർണികയ്ക്ക് എന്ത് തോന്നുന്നു, സീരിയൽ വന്നതുകൊണ്ട് സിനിമ അങ്ങനെ എന്തെങ്കിലും ഡിഫറൻസ്? ആക്ച്വലി നമ്മുടെ ഇപ്പോൾ ഷെഡ്യൂൾ വരുന്നത് ഇപ്പോൾ 1 മുതൽ 15 വരെ, അല്ലെങ്കിൽ 15 മുതൽ 30 വരെ, അങ്ങനെയാണല്ലോ സീരിയൽ ഷെഡ്യൂൾ വരിക. അപ്പോൾ ഇതിനിടയ്ക്ക് ഈ പല ആർട്ടിസ്റ്റുകളും വേറെ സീരിയലും വർക്ക് ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ ഈ ആർട്ടിസ്റ്റ് കോമ്പിനേഷൻ വരുന്ന സമയത്ത് ഡേറ്റുകൾ ക്ലാഷ് ആവും. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ആ മൂവിയുടെ ടൈമിൽ ചിലപ്പോൾ ഇത്ര ദിവസം അടുപ്പിച്ച് അവിടെ വേണമെന്നുണ്ടെങ്കിൽ അതിന് ചിലപ്പോൾ നമുക്ക് വിളിക്കുമ്പോൾ നല്ല ക്യാരക്ടർ, എനിക്ക് ഒരുപാട് ക്യാരക്ടേഴ്സ് അങ്ങനെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹിച്ച കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്, അതൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ്. പക്ഷേ ആശി ചേച്ചി ആണെങ്കിലും പിന്നെ അനൂപ് മേനോൻ, അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. അവരെല്ലാം സീരിയലിൽ നിന്ന് പോയി ഇപ്പോൾ തിളങ്ങുന്ന സിനിമയിൽ തിളങ്ങുന്ന ആർട്ടിസ്റ്റുകളല്ലേ. അപ്പം അതിനു വേണ്ടി നമ്മൾ സിനിമയ്ക്ക് വേണ്ടി മാറ്റി വെക്കാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ, അതിപ്പോൾ എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ്. പക്ഷേ ഇങ്ങനെ സീരിയലിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഡേറ്റ് ക്ലാഷുകൾ ഉള്ളതുകൊണ്ടാണ് പല അവസരങ്ങളും. അതുപോലെ തന്നെ ഇപ്പോൾ 2 സിനിമയും ചെയ്തിട്ടുണ്ട് സൗപർണിക, സീരിയൽ ഓഫ് കോഴ്സ് ചെയ്തിട്ടുണ്ട്. അപ്പം രണ്ടും കൂടെ നോക്കുവാണെങ്കിൽ ഏതായിരിക്കും കുറച്ചുകൂടി എഫേർട്ട് അല്ലെങ്കിൽ കണ്ടിന്യൂറ്റി മെയിൻറ്റെയിൻ ചെയ്യുക? അല്ലെങ്കിൽ സീരിയലിൽ ഒരേ ക്യാരക്ടർ ഓരോ ദിവസവും നമ്മൾ എന്തെങ്കിലുമൊക്കെ അപ്ഡേഷൻസ് അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പം രണ്ടും കൂടി നോക്കുമ്പം ഏതായിരിക്കും, എങ്ങനെയാണ് രണ്ടിനും ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യുവാണെങ്കിൽ? ഇപ്പം സിനിമയാണെങ്കിൽ ഒരു മാസം അല്ലെങ്കിൽ ഒരു 45 days അതിനുള്ളിൽ ആ ക്യാരക്ടർ കഴിയും. ഇത് വർഷങ്ങളോളം നമ്മൾ ആ ക്യാരക്ടർ തന്നെയായിരിക്കും. ആ ക്യാരക്ടറിന് ചിലപ്പം കഥാപരമായിട്ട് എന്തെങ്കിലും, ചിലപ്പോൾ നെഗറ്റീവ് ആയിരുന്ന ഒരു പോസിറ്റീവ് ആവും, പോസിറ്റീവ് ആയിരുന്ന നെഗറ്റീവ് ആവും, അങ്ങനെ ഒരു മോഡുലേഷൻ സംഭവിക്കും. പക്ഷെ അതൊരു 3-4 വർഷത്തെ ഒരു ഇതായിരിക്കും. അപ്പം സീരിയലാകുമ്പോൾ നമ്മൾ ആ തുടർന്ന ക്യാരക്ടറായിട്ട് കുറേ കാലം ഉണ്ടാവും, മറ്റേത് കുറച്ച് ദിവസത്തെ ഉണ്ടാവും. അപ്പോൾ ഇത്രയധികം ക്യാരക്ടർ, ഏതെങ്കിലുമൊക്കെ ക്യാരക്ടർ ഇപ്പോൾ പബ്ലിക്കിലേക്ക് ഇപ്പോൾ നെഗറ്റീവ് റോളൊക്കെ ചെയ്യുമ്പം പബ്ലിക് അങ്ങനെയെങ്കിലും റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്, നീ എന്താ അങ്ങനെ ചെയ്തു, നീ എന്തെങ്കിലും ഉണ്ട് ഒരു എക്സ്പീരിയൻസ് പറയാനാണെങ്കിൽ? അതിൽ ഞാൻ മാനസപുത്രി, ഞാൻ ഒരുപാട് ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളതാണ്, എന്നാൽ പോലും പറയാം. മാനസപുത്രി ചെയ്യുന്ന സമയത്ത് അതിൽ നെഗറ്റീവ് ക്യാരക്ടറായിരുന്നു. അപ്പം നമ്മുടെ അർച്ചനയുടെയൊക്കെ കൂടെയായിരുന്നു എപ്പോഴും. അപ്പം അതിനകത്തുള്ള സോഫി എന്നുള്ള ക്യാരക്ടറിനെ ഉപദ്രവിക്കുന്ന സമയത്ത് എന്നെ പിന്നെ ഒരു സ്ഥലത്ത് ഞാൻ പോയത്, പാറശാല എന്നൊരു ക്ഷേത്രത്തിൽ പോയതാണ്. അപ്പോൾ അടുത്തൊരു ജ്യൂസ് കഴിക്കാനായിട്ട് ഒരു കടയിൽ കയറിയ സമയത്ത്, എടി നീ സോഫി ഉപദ്രവിക്കുമല്ലോ എടി, ഒറ്റയടി. ഞാനപ്പോഴേക്കും ഞാൻ ദീപയല്ല, ഒന്നുമില്ല, അത് ദീപ എന്നാ ക്യാരക്ടറിൻ്റെ പേര്. അത് കഴിഞ്ഞ് അമ്പലത്തിൽ പോയി തൊഴുതുകൊണ്ട് നിന്നപ്പോഴും
ഒരമ്മൂമ്മ അതിനടുത്ത് അതേ പിന്നെ നിന്നെപ്പോലുള്ള നിന്നെപ്പോലുള്ള പെൺകുട്ടികളുള്ള അച്ഛനമ്മമാർ എങ്ങനെയാണ് ഈ സമാധാനത്തോടെ ജീവിക്കുക. ഞാൻ ഇങ്ങനെ തിരിഞ്ഞ കമ്പലത്തിൽ നിറയെ ആൾക്കാരുണ്ട്. അപ്പൊ ആരെ ഈ പറയുന്നേ, ഹലോ നിന്നെ തന്നെ ഇങ്ങോട്ട് വാ. അപ്പൊക്കെ നമുക്ക് ഭയങ്കര സങ്കടം തോന്നിയെങ്കിലും അപ്പൊ പറയാം, അച്ഛനമ്മയൊക്കെ പറഞ്ഞു അത് നിന്റെ ക്യാരക്ടർ വിജയിച്ചുകൊണ്ടല്ലേ ആൾക്കാർ അങ്ങനെ പറയുന്നേ, അതുകൊണ്ട് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് സമാധാനിപ്പിച്ചിരുന്നു. പക്ഷെ ശരിയാണ്, നമ്മളെ ആ ക്യാരക്ടറായിട്ട് കാണുന്നതുകൊണ്ടാണ് ആൾക്കാർ ഇങ്ങനെയൊക്കെ നെഗറ്റീവ് ഒക്കെ ചെയ്യുമ്പോൾ അവർക്കും ഇഷ്ടമാവണില്ല, എന്തിന് നായികനെ കരയിച്ചു അല്ല അങ്ങനെയുള്ള. അതുപോലെ തന്നെ ഇപ്പം എനിക്ക് തോന്നുന്നു എങ്ങനെയായിരുന്നു ഈ അഭിനയ രംഗത്തേക്ക് ശരിക്കും പറഞ്ഞാൽ 6ാം ക്ലാസ്സിൽ പഠിച്ചപ്പം വന്ന് വീട്ടുകാർ കലാപരമായ ഒരു കുടുംബമായിരുന്നു. അപ്പം എങ്ങനെയായിരുന്നു സൗപർണികയും എനിക്കും ഇത് തന്നെയാണ് ഫീൽഡ് എന്നാ ഒരു തോട്ടല അങ്ങനെ ഒരു തോന്നൽ വന്നേ? ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇപ്പം 10th പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് തുളസിദാസ് സാറിൻ്റെ അവൻ ചാണ്ടിയുടെ മകൻ എന്നുള്ള മൂവി അതിനകത്ത് എനിക്ക് വരുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഞാൻ പഠിച്ചാൽ മതി, ഇങ്ങനെ ഇനി കലാപരമായിട്ടുള്ളൊന്നും അങ്ങനെ പോകണ്ടെന്നൊക്കെ വരുന്ന ഇതായിരുന്നു. പക്ഷെ എനിക്ക് എൻ്റെ സ്കൂളിൽ ഞാൻ വിടുന്ന സമയത്ത് മുഴുവൻ ഈ നാടകമൊക്കെ സ്വന്തമായിട്ട് ഈ അച്ഛനമ്മയുടെ നാടകമൊക്കെ കണ്ട് അത് സ്വന്തമായിട്ട് എഴുതി അവിടെ അതൊക്കെ ഞാൻ അവതരിപ്പിക്കുക, സ്കൂളിൽ നിന്നിട്ട് പ്രൈസ് വാങ്ങിക്കുക. ഇതൊക്കെ വീട്ടിൽ അമ്മ കാണാതെ ഞാൻ കൊണ്ട് ഒളിപ്പിച്ച് വെക്കുമായിരുന്നു. അമ്മ കണ്ടാൽ ഞാൻ ഇതിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ പഠിക്കത്തില്ല എന്ന് പറഞ്ഞ് വഴക്ക് പറയും. അപ്പം ഞാനിതൊക്കെ വീട്ടിലൊന്നും പറയത്തില്ലായിരുന്നു, അമ്മയുടെ അച്ഛനറിയാം, അമ്മയോട് പറയില്ലായിരുന്നു. അത് കഴിഞ്ഞാൽ അങ്ങനെ എനിക്ക് ഭയങ്കര ആഗ്രഹം അഭിനയിക്കാൻ. പിന്നെ അച്ഛൻ്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു അങ്ങനെ അഭിനയിക്കാനായിട്ട്. പിന്നെ വീട്ടിൽ വല്യച്ഛനൊക്കെ ആണെങ്കിലും സിംഗറാണ്, കുറച്ച് കലാപരം. അമ്മാമ്മ എൻ്റെ അമ്മയുടെ അമ്മയാണെങ്കിലും ചിങ്ങവനം സിസ്റ്റേഴ്സിൻ്റെ കൂടെ ഉണ്ടായിരുന്നതാണ്. അപ്പം അവരുടെയൊക്കെ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. എനിക്കൊന്നു സൗപർണികനെ സംബന്ധിച്ച് മൾട്ടി ടാലന്റഡ് ആണ്. സിംഗർ, പാട്ട് പാടും, ഡാൻസ് ചെയ്യും, അഭിനയിക്കും, അല്ല എനിക്ക് തോന്നുന്നു എല്ലാ മേഖലയിലും എനിക്ക് തോന്നുന്നു ശ്രമിക്കാറുണ്ട്. പഠിച്ചിട്ടില്ല, ശ്രമിക്കാറുണ്ട്. അപ്പൊ ഈ ഓണം സീസണൊക്കെ, അതായത് ഇപ്പം സീരിയലിലൊക്കെ അഭിനയിക്കുകയാണെങ്കിൽ സെറ്റിലൊക്കെ ആയിരിക്കും മേ ബി ഓണം വരാറുള്ളത്. അപ്പം ഓണ ആഘോഷങ്ങളൊക്കെ എങ്ങനെയാണ് മെയിൻലി സൗപർണികയ്ക്ക്? ഓണം ആഘോഷം, ഓണത്തിന് മാക്സിമം ഇപ്പൊ ഹസ്ബൻഡിന്റെ വീട് സുഭാഷ് എന്നാണ് ഹസ്ബൻഡിന്റെ പേര്, പുള്ളിക്കാരൻ കോഴിക്കോടാണ്. അപ്പം ഇപ്പൊ കൂടുതലും കോഴിക്കോട് തന്നെയാണ് ഞങ്ങൾ ഓണം ആഘോഷിക്കാനായിട്ട് നേരെ അവിടെ തന്നെയാണ് പോകുന്നത്. അപ്പോൾ അവിടുന്ന് ഇപ്പം സാധാരണ ഇപ്പം ഓണം ടൈമിലൊക്കെ അവിടെയൊക്കെ നോൺ വെജ് ഒക്കെ ഉണ്ടാവും എന്നൊക്കെ പറയലുണ്ട്. നമ്മൾ സാധാരണ വെജിറ്റേറിയൻ ഇതാണല്ലോ, അവിടെ ചിക്കൻ കറിയൊക്കെ ഉണ്ടാവും. പക്ഷെ ഞങ്ങളുടെ വീട്ടിൽ അമ്മ ചെങ്ങന്നൂരുകാരി അതുമില്ല, അതുകൊണ്ട് കോഴിക്കോടേക്ക് പോയതായിരുന്നു, നടന്നില്ല. അപ്പൊ എന്താണ് ഓണക്കാലമൊക്കെയാണ്, അപ്പൊ നമുക്ക് വേണ്ടിയിട്ട് ഒരു ഓണപ്പാട്ട് നല്ല രസമായിരിക്കും ഇപ്പൊ പാടിയത്. ശരി രീതിയിൽ ഈ പാട്ട് എൻ്റെ ഹസ്ബൻഡ് അഭിനയിച്ച ഒരു ഓണപ്പാട്ടാണ്, ഈ ഇടയ്ക്ക് റിലീസായതാണ്. ദാസേട്ടൻ കുറേ കാലത്തിന് ശേഷം ഒരു ഓണപ്പാട്ട് പാടിയതാണ്. അപ്പോൾ അത് ഞാൻ 2 വരി പാടാം. അത്ര എനിക്ക് നന്നായിട്ട് അറിയത്തില്ല, എന്നാലും ഞാൻ ശ്രമിക്കാം. ചിങ്ങത്തേര് പൊൻചിങ്ങത്തേര് വന്നെത്തുന്നു പൂവി പൂലിപ്പാട്ട്, ചിങ്ങത്തേര് പൊൻചിങ്ങത്തേര് വന്നെത്തുന്നു പൂവി പൂലിപ്പാട്ട്, മലയാള പെൺകൊടി മണിമാറ് ചാർത്തിയിടം. ബാക്കി ലിറിക്സ് അറിഞ്ഞൂടാ, ഗംഭീരമായിട്ട് നല്ല ഇങ്ങനെ കേട്ടിരിക്കുവായിരുന്നു ഞാൻ. അന്നേരം ലിറിക്സ് അറിയില്ല എന്ന് നല്ല രസമുണ്ടായിരുന്നു. അപ്പം ഓണം എന്നൊക്കെ പറയുമ്പോൾ ഒരു സ്പെഷ്യൽ മെമ്മറി എന്താണ്, അല്ലെങ്കിൽ ഏറ്റവും ഒരു പേഴ്സണലി ഇപ്പോഴും ഇപ്പം തിരിഞ്ഞു നോക്കുമ്പോഴാണ് ഏതായിരിക്കും ഒരു സ്പെഷ്യൽ ഒരു ഓണം? ശരിക്കും കുട്ടിക്കാലത്തൊക്കെ ഓണം തന്നെയാണ് ഇപ്പോഴും മനസ്സിൽ ഓർമ്മ വരുന്നത്. ഞങ്ങൾ രാമൻകുളങ്ങര, കൊല്ലത്ത് രാമൻകുളങ്ങരയാണ് അച്ഛൻ്റെ തറവാട്. അപ്പം അവിടെയൊക്കെ പണ്ട് പുലികളിയൊക്കെ വീട്ടിൽ വരും. അതൊക്കെ നമ്മൾ നേരിട്ട്, ഇപ്പോഴൊക്കെ നമ്മൾ ഈ ജസ്റ്റ് കുട്ടികൾ ഇങ്ങനെ അങ്ങനെ വേഷം കെട്ടി വരുന്നു. പക്ഷെ അതൊക്കെ ഒരു ട്രഡീഷണൽ സ്റ്റൈലിലൊക്കെ ആയിട്ട് നമ്മൾ അന്ന് വീട്ടിലൊക്കെ വരുമ്പോൾ അതൊക്കെ ശരിക്കും നമ്മളിങ്ങനെ പേടിച്ചൊക്കെ പോകുന്നതും അതൊക്കെ ഭയങ്കര ഒരു മെമ്മറിയാണ്. ഇപ്പോഴത്തെ ഞങ്ങളുടെയൊക്കെ ഒരു ജനറേഷൻ അതൊക്കെ ആസ്വദിക്കാനുള്ളൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ, ആ ഒരു ടൈമൊക്കെ. ഓണത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്തായിരിക്കും? ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ, ഇപ്പം പൂക്കളമുണ്ട്, സദ്യയുണ്ട്. എന്തായിരിക്കും സൗപർണികയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഓണം എലമെന്റ്? ഓണത്തിലൊരു എലമെന്റ് ചോദിക്കാം. സദ്യ തന്നെ, സദ്യ തന്നെ. ഓണസദ്യ. നന്നായിട്ട് ഫുഡൊക്കെ കഴിക്കുന്ന ആളാണ്. ഓണസദ്യയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവം ഏതാണ്? ഏറ്റവും പായസമാണ് ഏറ്റവും ഇഷ്ടം. സേമിയ പായസം അല്ലെങ്കിൽ പാലട. സേമിയ പായസം, ഓക്കെ. അപ്പം നന്നായിട്ട് ഫുഡൊക്കെ കഴിക്കുന്ന ആളാന്ന് പറഞ്ഞു. പിന്നെ എങ്ങനെയാണ് ഇങ്ങനെ ഡയറ്റ് ഒക്കെ? കെട്ടുവിന്റെ കഴിവാണ് ഞാൻ ഇങ്ങനെ മെലിഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ. കല്യാണം കഴിഞ്ഞ സമയത്ത് ഭയങ്കര, ഞാൻ അത്യാവശ്യം വണ്ണം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആളും വണ്ണമുള്ള ആളായിരുന്നു. പിന്നെ ഡയറ്റൊക്കെ ചെയ്ത് പുള്ളിക്കാരൻ ഒരു 10-25 കിലോ കുറച്ച്, ആൾക്ക് ഒരു 100 കിലോയ്ക്ക് അടുത്തുണ്ടായിരുന്നു.
ഒരു 10-25 കിലോ കുറച്ചപ്പോൾ പിന്നെ എന്നെ വെറുതെ വിടുവോ? മര്യാദയ്ക്ക് കുറച്ച് കുറച്ച് എനിക്ക് കൂടെ അസൂയ, ഇനി ഞാനാണല്ലോ വണ്ണം വെച്ചിരിക്കുന്നത്. പുള്ളിക്ക് ഡയറ്റ് ഫുഡ് ഉണ്ടാക്കുന്ന മറ്റേ എഗ് വൈറ്റും പച്ചക്കറിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് എന്നെയും കൂടെ അത് കഴിക്കണം എന്ന് നിർബന്ധിച്ച് ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആണ് പുള്ളി. അപ്പോൾ അങ്ങനെ എന്നോട് ഞാനും പിന്നെ ആ ഒരു രീതിയിൽ അങ്ങോട്ടായി. അങ്ങനെ അങ്ങനെ ഒരുപാട് വർക്കൗട്ടൊന്നും ചെയ്യത്തില്ല. എനിക്ക് അതിനെന്നെ എപ്പോഴും വഴക്ക് പറയും. ചെറിയ രീതിയിലൊക്കെ വർക്കൗട്ട് ചെയ്യും. പക്ഷേ ഡയറ്റ് അത്യാവശ്യം ഫുഡ് വളരെ കൺട്രോൾ ചെയ്തിട്ടാണ് കഴിക്കുക. ഇപ്പോഴാണ് നമ്മൾ ഒരു സെറ്റിന്ന് പിടിച്ചോണ്ട് വന്നിരിക്കുകയാണ്. ജാനകിയുടെയും അബിയുടെയും വീട്, ആ ഒരു സെറ്റിന്ന് നമ്മൾ പിടിച്ചോണ്ട് വന്നിരിക്കുകയാണ്. അപ്പം ഇപ്പം എനിക്ക് തോന്നുന്നു ഇതും തുടങ്ങി കഴിഞ്ഞാൽ ഡെയിലി ഷൂട്ട് ഉണ്ടാവും, അല്ലെങ്കിൽ മന്തിലാണ് ഇത്ര ഡേയ്സ് ഉണ്ട്. അപ്പോൾ ഒരു വൺ ഡേ സൗപർണികയുടെ ചോദിക്കുകയാണ് എങ്ങനെയാണ് ഇപ്പൊ പൊക്കോണ്ടിരിക്കുന്നത്? വർക്കൗട്ട് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇൻക്ലൂഡ് ചെയ്ത് കൊണ്ടുപോകുന്നത്? വർക്കൗട്ട് ഒന്നും ഇപ്പം കാര്യമായിട്ട് നടക്കുന്നില്ല. ചെറിയ വർക്കൗട്ട് കുഞ്ഞായിട്ട് ചെയ്യും, അത്രേ ഉള്ളൂ. ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഒക്കെ ചെയ്യാൻ പറ്റുന്നത് ചെയ്യും. പിന്നെ ഫുഡ് ഇവിടെ ലൊക്കേഷൻ ഫുഡ് തന്നെയാണല്ലോ. പിന്നെ ഞാൻ കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവരും. സമയം എൻ്റെ അഡ്ജസ്റ്റ്മെന്റ് വിജീഷ് എനിക്ക് കറക്റ്റ് സമയത്ത് അങ്ങനെയൊക്കെ മുന്നോട്ട് പോകുന്നു. അതുപോലെ തന്നെ സ്കിൻ കെയറിന് എന്തൊക്കെയാണ് ചെയ്യുന്നത്? എങ്ങനെയാണ് ഗ്ലാമർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും. ആക്ച്വലി ഞാൻ ഒന്നും ചെയ്യാറില്ല ഫേസിന്. സത്യമായിട്ട് എനിക്ക് ഭയങ്കര അലർജി ഉള്ളൊരു ഫേസാണ്. അപ്പം ചില സമയത്ത് മാത്രം അത്രയും നമ്മൾ ടാനൊക്കെ ആവുമ്പോൾ മാത്രം ഒരു ക്ലീനപ്പ് പോയി ചെയ്യുന്നല്ലാണ്ട് വേറെ ഫേസിൽ ഞാൻ ചെയ്യാറില്ല. ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പണി കിട്ടും. എനിക്ക് വിശ്വസിക്കാനും അതല്ല, സ്കിൻ കെയർ ഒന്നും ചെയ്യാതെ തന്നെ ഞാൻ എഗെയിൻ പറയുന്നു. അല്ല, ഭയങ്കര അലർജി ഉള്ള ഇപ്പൊ ഞാൻ ഇതിനു മുമ്പ് ഒരു ഫേഷ്യൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ചെയ്ത സമയത്തൊക്കെ എനിക്ക് പിമ്പിൾസ് ഒക്കെ വന്നിട്ട് എനിക്ക് ഭയങ്കര പിന്നെ എനിക്ക് പേടിയായി. കാരണം നമ്മൾ ഈ ഫേസ് കൊണ്ട് ജീവിക്കുന്ന ആളുകളാണ്. അപ്പൊ അതുകൊണ്ട് അതിനെന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ സത്യം ചെയ്യാറില്ല. പിന്നെ അങ്ങനെ അത്രയും ഇതായിട്ട് നമ്മൾ ടാൻ വരും. വീട്ടിലാണെന്ന സമയത്ത് കുറച്ച് മറ്റേ തൈരും പിന്നെ തക്കാളിയും കൂടെ ഒക്കെ അത് ടാൻ വരുന്ന സമയത്ത് കയ്യിലും ഫേസിലും ഒക്കെ ഇടാറുണ്ട്. നാച്ചുറൽ ആയിട്ട് അത് മാത്രം ചെയ്യാം. അത് മാത്രം. സൗപർണിക യൂസ് ചെയ്യുന്നതൊക്കെ സ്വയം തന്നെ ഓരോ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ടാക്കി, അതാണ് സൗന്ദര്യത്തിന്റെ രഹസ്യം. ഓക്കെ. അതുപോലെ തന്നെ എല്ലാ ഫ്രണ്ട്സ് ഒക്കെ പോയിട്ട് ആ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ എനിക്ക് ചെയ്യാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ ചെയ്ത് കഴിഞ്ഞാൽ പണി കിട്ടിയാലോ എന്ന് മേടിച്ചു. അതുപോലെ തന്നെ ഇപ്പം സെറ്റിലൊക്കെ ആണെങ്കിൽ ഇപ്പം ഏറ്റവും ഒരു ഇഷ്ടപ്പെട്ട ഒരു സൗഹൃദം ഏതാണ് ചോദിക്കുകയാണെങ്കിൽ, ഏറ്റവും ഇപ്പോഴും സ്റ്റിൽ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്ത് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം വരുന്ന സമയത്തൊക്കെ കീപ്പ് ചെയ്യുന്ന ഒരുപാട് സൗഹൃദങ്ങൾ. ഒരാളുടെ പേരെടുത്ത് പറയാനായിട്ടാണ് ആരൊക്കെയാവുന്നല്ലോ. ഇപ്പം നമ്മുടെ അസോസിയേഷനിൽ തന്നെ ഇപ്പം മെയിൽ ആർട്ടിസ്റ്റുകളും ഫീമെയിൽ ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ട്. എനിക്ക് ഏറ്റവും ഞാൻ പറഞ്ഞില്ല മിന്നിട്ടിൽ മീനാക്ഷി ചേച്ചിയൊക്കെ ആയിട്ട് ഞാൻ ഭയങ്കര കണക്ഷൻ. ഇപ്പോൾ കുറച്ച് നാളായിട്ട് പുള്ളിക്കാരിക്ക് ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഇപ്പോൾ കുറച്ച് നാളായിട്ട് വിളിക്കാൻ പറ്റാത്തുള്ളൂ. പിന്നെ നമ്മുടെ സാജൻ ചേട്ടൻ, ശരത് ചേട്ടൻ, ഒരുപാട് പേരുണ്ട്, ഒരുപാട് ആർട്ടിസ്റ്റുകൾ നമുക്ക് ഭയങ്കര. പിന്നെ ലിൻഡു, അങ്ങനെ പിന്നെ ശ്രീകല ചേച്ചി, അവരൊക്കെ ആയിട്ട് ഭയങ്കര. ശ്രീകല ചേച്ചിയായിട്ട് ഇപ്പോൾ എൻ്റെ മാനസപുത്രിയിൽ ഇപ്പോഴും കോണ്ടാക്ട് ഒക്കെ ഉണ്ട്, അത് കീപ്പ് ചെയ്യുന്നുണ്ടല്ലേ? പിന്നെ അപ്പോൾ ഈ ഡെയിലി ഇപ്പം എനിക്ക് തോന്നുന്നു സീരിയൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1 year 2 year ഒക്കെ ഗ്യാപ്പിൽ ഒരേ ക്യാരക്ടർ നമ്മൾ അഭിനയിക്കണം. അപ്പം ഈ ക്യാരക്ടർ അല്ലെങ്കിൽ ഇപ്പോൾ സീരിയൽ ഇൻഡസ്ട്രി ആണെങ്കിൽ ഇപ്പോൾ സൗപർണിക നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ എനിക്ക് തോന്നുന്നു 20ഓളം വർഷം അടുത്താവുന്നു ഇൻഡസ്ട്രിയിൽ. അപ്പം എന്തെങ്കിലുമൊക്കെ അപ്ഡേഷൻസ് കാര്യങ്ങളൊക്കെ ഡെയിലി എന്തെങ്കിലുമൊക്കെ എങ്ങനെയൊക്കെയാണ് ഇങ്ങനെ സ്റ്റിൽ അപ്ഡേറ്റഡ് ആയിട്ട് ഇങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട്? ഞാൻ ഇൻസ്റ്റഗ്രാമിൽ നല്ല, അതാ പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ നല്ല ആക്റ്റീവ് ഒരു ആക്ട്രസ് കൂടിയാണ്. അതെ, അത്യാവശ്യം റീൽസും കാര്യങ്ങളും പ്രൊമോഷൻസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോ ആ ഒരു ഇതിൽ നാട് ഓടുന്നതിനനുസരിച്ച് നടുവേ ഓടണം എന്ന് പറയുന്നത് നാട് ഓടുന്നു. അപ്പൊ ഞാൻ ഇപ്പോഴും ആ ഒരു നമ്മൾ പഴയ ഞാൻ അങ്ങനെയാണ് മറ്റേന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കാൻ എനിക്ക് ഇഷ്ടമല്ല. അത് ഇഷ്ടമില്ലാത്തൊരു, അത് നമുക്ക് കണ്ടാലും അറിയാം. അത് ആ അപ്ഡേഷൻസ് എല്ലാം കീപ്പ് ചെയ്ത് വരുന്നതുകൊണ്ടാണ് സ്റ്റിൽ എനിക്ക് തോന്നുന്നു ആ ഒരു സ്നേഹം പ്രേക്ഷകരിൽ നിന്നും ലഭിക്കുന്നത്. ഇപ്പം സീരിയലിൽ അഭിനയിക്കുന്ന ഇപ്പം ഒരു ക്യാരക്ടർ ത്രൂ ഔട്ട് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് നമുക്ക് ഫിസിക്കലി അങ്ങനെയൊന്നും വരാൻ പറ്റില്ല. അപ്പം ഏതെങ്കിലും ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചലഞ്ചസ് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ എന്തെങ്കിലും? ആക്ച്വലി എനിക്ക് ഞാൻ ഇളം തെന്നൽ പോലെ എന്നുള്ള സൂര്യ ടി വിയിൽ ഒരു സീരിയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സീരിയൽ ഞാൻ ഒരുപാട് ഭയങ്കര ഇഷ്ടപ്പെട്ട് ചെയ്തിരുന്ന സീരിയലാണ്. അപ്പോൾ ആ സീരിയലിന് ഇടയ്ക്ക് ഷൂട്ടിൽ ഇങ്ങനെ നമ്മുടെ അർജുൻ മറ്റേ CID മ്യൂസിയം ഉണ്ടായിരുന്നല്ലേ, അപ്പം അർജുൻ നായ ഓടിക്കുന്ന ഒരു സീനുണ്ട്. അപ്പം ഞാൻ സ്റ്റെപ്പിൽ നിന്ന് ഇറങ്ങി ഓടണം, എന്നിട്ട് ഓടിയിട്ട് അവിടെ ഇങ്ങനെ വീഴുന്ന പോലൊരു സീനാണ്. എനിക്ക് ചാടി ഇങ്ങനെ വന്നപ്പോഴേ എൻ്റെ ഇവിടുന്ന് ഒരു ആന്തലങ്ങ് വന്നു. എനിക്ക് ഭയങ്കര പേടി. ഞാൻ അയ്യോ സീനിൽ വേണ്ടതായിരുന്നു, പക്ഷെ എനിക്ക് റിയാക്ഷൻ കിട്ടി. അത് കഴിഞ്ഞിട്ട് ഭയങ്കര ഇത് പുള്ളിക്കാരൻ എൻ്റെ ട്രെയിനർ പറയുന്ന കണക്ക് ഓടി എൻ്റെ പുറകെ വന്ന് അത് അങ്ങ് അതിൻ്റെ വഴിക്കും പോയി. ഞാൻ പേടിച്ചോടി. വീഴേണ്ട സ്ഥലത്ത് ഞാൻ വീണു, പക്ഷെ നല്ലപോലെ നട്ടലിൽ ഇടിച്ചിട്ട്
ആ എഡ്ജിൽ ചെന്നിട്ട് ഇവിടെ ബാക്ക് ഇടിച്ചിട്ട് വീണു. പക്ഷേ ആൾക്കാർ വിചാരിച്ചു ഞാൻ അഭിനയിച്ചതാണ്, ഞാൻ കിടന്ന് വിളിക്കുന്നതൊക്കെ കേട്ടപ്പോൾ ഞാൻ അഭിനയിക്കുന്ന കയ്യൊട്ടൊക്കെ ചെയ്തു. പക്ഷെ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ഞാൻ ഇപ്പോഴും അനുഭവിക്കുന്നുണ്ട്. ഭയങ്കര ബാക്ക് പെയിനും കാര്യങ്ങളും ഡിസ്കിന് ചെറിയ പ്രശ്നങ്ങളൊക്കെ വന്നു. അങ്ങനൊരു പ്രശ്നം എനിക്ക് ആ കൂടി എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു പ്രശ്നം. അങ്ങനെ ചലഞ്ചസും ഉണ്ടല്ലോ ഒരു നമുക്കുണ്ട്. വീണ് പോയതാ ഞാൻ. ഇത് പേടി എൻ്റെ മനസ്സിലുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ സ്ലിപ്പായി പോയതാണ് കറക്റ്റ്. പക്ഷെ ക്യാമറ വീഴേണ്ട പൊസിഷനിൽ തന്നെയാണ് വീണതും. സംഭവങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് വന്നു. പക്ഷെ നല്ലതുപോലെ അതുപോലെ ഇപ്പം ഫാമിലി എന്നൊക്കെ, അതായത് ഇപ്പം ഇത്രയും ഇൻഡസ്ട്രിയിൽ തന്നെയാണ് ഇപ്പോഴും, അപ്പം അവർക്ക് ഇങ്ങനെ ഓരോ സമയം ഇങ്ങനെ കൂടുതൽ കിട്ടാറുണ്ടാവില്ല സൗപർണികനെ, പക്ഷെ സ്ക്രീനിലൂടെ അവർക്ക് കിട്ടാറുണ്ടാവും. അപ്പം അമ്മയും അച്ഛനും ഒക്കെ എന്താണ് പറയാറുള്ളത്? ഇങ്ങനെ സീരിയലിലാണ് നീ, അങ്ങനെയൊക്കെ പറയാറുണ്ടോ? ടൈം കിട്ടാറില്ല ഞങ്ങൾക്ക്. അവിടെ അച്ഛനും അമ്മയൊക്കെ ഇപ്പൊ ഇവിടെ തന്നെ ഇപ്പൊ ഷൂട്ട് തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. ഇപ്പൊ 10-20 ദിവസമായി വീട്ടിൽ പോയിട്ട്. അപ്പൊ അവിടെ നിന്ന് ഏട്ടൻ്റെ അമ്മ ഇങ്ങനെ വിളിക്കും, അതേ ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ, ഇങ്ങോട്ടൊന്നും വരുന്നില്ലേ. അവർക്ക് പിന്നെ വീട്ടിൽ കുറച്ച് ദിവസം ഇരിക്കും പറയും, മോളെ എന്നാ അവർക്ക് വർക്ക് തുടങ്ങുന്നത്. അവർക്ക് കാണാനും ഇഷ്ടമാണ് ഫ്രെയിമില്. പക്ഷെ കുറെ നാളിങ്ങനെ കാണാതിരിക്കുമ്പോ ഒരു വിഷമമുണ്ട്. അവിടെ ചേച്ചിയും ആർട്ടിസ്റ്റാണ്, എല്ലാവരും അപ്പൊ അങ്ങനെ ബിസി ആയിട്ട് പൊക്കോണ്ടിരിക്കും. അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ അവിടെ. ഇപ്പൊ ഹസ്ബൻഡ് അവിടെ ഉണ്ട്, നാട്ടിലുണ്ട്. പിന്നെ അച്ഛനും അമ്മയും മാത്രം ഇപ്പൊ അവിടെ. ഹസ്ബൻഡ് എന്താ പറയുന്നത്? ഇപ്പൊ സിംഗറാണ്, ആക്ടറാണ്, ഇപ്പൊ ഏതെങ്കിലും ഷൂട്ടിലാണ്? ഒരു മൂവി ചെയ്തിട്ടുണ്ട്. അത് ഇപ്പം ഓണം അടുപ്പിച്ച് റിലീസ് ഉണ്ട്. കുട്ടന്റെ ഷിനിഗാമി എന്ന് പറഞ്ഞിട്ട് ഹസ്ബൻഡ്. അപ്പൊ അതിന്റെ കുറച്ച് കാര്യങ്ങളിലാണ് ആള്. ഓക്കെ. അപ്പൊ ഇനി എന്തൊക്കെയാണ് സൗപർണികയുടെ ഫ്യൂച്ചർ പ്രോജക്റ്റ്? അല്ലെങ്കിൽ ഇപ്പം ഒരു സീരിയൽ ഓൾറെഡി ഉണ്ട്, ഇനി മൂവീസ് ഏതെങ്കിലും വരാനുണ്ടോ? മൂവീസ് 3 ഇപ്പൊ ചെയ്തു വെച്ചിട്ടുണ്ട്. ഉർവശി ചേച്ചിയുടെ ജഗദമ്മ എന്നുള്ള മൂവി അത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ഫ്ലാഷ് ബാക്ക് സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് സലിം കുമാർ ഏട്ടനും കുറച്ച് ആർട്ടിസ്റ്റുകളെല്ലാം കൂടെ ഉള്ള ഒരു നല്ല മൂവി ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ വൈര, അങ്ങനെ 3 ചെയ്തു വെച്ചിട്ടുണ്ട്. സീരിയലിൽ ഇങ്ങനെ പല പല ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. ഇനി സിനിമയിൽ ഏതെങ്കിലും ചെയ്യണം എന്നുള്ളൊരു ഡ്രീം ക്യാരക്ടറോ അല്ലെങ്കിൽ ഇന്ന ആളുടെ കൂടെ സ്ക്രീൻ ഷെയർ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ള ഏതെങ്കിലും ഒരു ആഗ്രഹം ചോദിക്കാൻ ഡ്രീം ഉണ്ടോ? എനിക്ക് വിജയ് സേതുപതിയോട് അഭിനയിക്കണം ഭയങ്കര ആഗ്രഹമുള്ളൊരു കാര്യമാണ്. ഭയങ്കര ഇഷ്ടമുള്ള ആർട്ടിസ്റ്റാണ്. അപ്പം പിന്നെ മഞ്ജു ചേച്ചി ഭയങ്കര, കാരണം ഞാൻ ആയിഷ ഇറങ്ങിയ സമയത്ത് അതിൻ്റെ മേക്ക് ഓവർ ഷൂട്ട് ചെയ്തിട്ട് അത് കുറച്ച് വൈറലായിട്ടുണ്ടായിരുന്നു ആ ഒരു ടൈമിൽ. അപ്പോൾ അതിൽ മഞ്ജു ചേച്ചി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചേച്ചി വിളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തു, നന്നായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞത്. അതൊക്കെ ഭയങ്കര ഒരു കാര്യമാണ്. നമുക്ക് പുള്ളിക്കാരിയുടെ ഒരു ക്യാരക്ടർ നമ്മളെടുത്ത് ചെയ്ത് നമ്മളതിന് ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യുക ആ സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു കാര്യമാണല്ലോ. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. പക്ഷെ എനിക്ക് മഞ്ജു ചേച്ചിയോടെ അഭിനയിക്കണമെന്നുണ്ട്. വിജയ് സേതുപതി ഉടനെ തന്നെ നടക്കട്ടെ. അതുപോലെ തന്നെ ഇപ്പം ഓണക്കാലമൊക്കെ എത്തി, നമ്മുടെ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത് സൗപർണികയ്ക്ക്? ഓണമാണ് നമ്മളെ ഇപ്പം ഒരുപാട് പേർക്ക് നമ്മുടെ വയനാട്ടിലുണ്ടായ പ്രശ്നങ്ങൾ കാരണം ഒരുപാട് നമ്മുടെ എല്ലാവരും ഹാപ്പി ആയിട്ടല്ല ഇരിക്കുന്നത്. പക്ഷെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എല്ലാവരെയും ഹാപ്പി ആക്കാൻ നമ്മൾ ശ്രമിക്കുക. എല്ലാവരും പരസ്പരം സഹകരണത്തോടു കൂടിയും എന്താ പറയുക സൗഹൃദത്തോടു കൂടിയും മുന്നോട്ട് പോകാം. ഹാപ്പി ഓണം. താങ്ക് യു. ഹാപ്പി ഓണം. ഹാപ്പി ഓണം.